സോ നമ്മൾ ഡിഫറെൻ്റ് നോൺ റിന്യൂവബിൾ അല്ലെ പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത എനർജി സോഴ്സുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിലാദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് കോൾ ഓർ കൽക്കരി. ഈ കൽക്കരി നമുക്ക് എവിടുന്നാ കിട്ടുന്നേ? എർത്തിൽ നിന്ന് കുഴിച്ചെടുക്കുക, ഭൂമിക്കടിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. ആദ്യത്തെ പോയിന്റ്. വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിൽ അടക്കപ്പെട്ടു പോയ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽ എന്ന് പറയും. ഏറ്റവും കൂടുതൽ പ്രകൃതിയിൽ കാണുന്ന ദ മോസ്റ്റ് അബുണ്ടന്റ് ഫോസിൽ ഫ്യൂവൽ ഭൂമിയിൽ ഉള്ളതും ഏതാണ്? കൽക്കരിയാണ്. അപ്പോൾ 3 പോയിന്റ് ആദ്യം ഓർത്തോണം. കോൾ അല്ലെ കൽക്കരി നമുക്ക് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നു. മണ്ണിനടിയിൽ കോടാനുകോടി വർഷങ്ങൾക്ക് അകപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ കെമിക്കൽ റിയാക്ഷൻ നടന്ന് അത് കൽക്കരിയായി മാറുന്നു. ഇതാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, ദ മോസ്റ്റ് അബുണ്ടന്റ്. സോ ഇംഗ്ലീഷിൽ നമുക്ക് ഇതിനകത്ത് ഒറ്റ സെന്റൻസ് വിട്ട് പറയാം, ഇറ്റ് ഈസ് എ മോസ്റ്റ് അബുണ്ടന്റ് ഫോസിൽ ഫ്യൂവൽ ഇൻ ദ എർത്ത്. ഭൂമിയിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫോസിൽ ഫ്യൂവലിന്റെ മലയാളം എന്നാടോ? അബുണ്ടൻ്റായി കാണപ്പെടുന്ന ഫോസിൽ ഫ്യൂവലിൽ നിന്ന് കിട്ടുന്നതാണ് കൽക്കരി എന്ന് പറയുന്നത്. കൽക്കരിയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് കാർബണാണ്. ഇനി ഈ കാർബണിന്റെ അളവനുസരിച്ച്, ഇപ്പം നമുക്ക് കാർബൺ കൂടുതലാണോ കുറവാണോ എന്നനുസരിച്ച് കൽക്കരിനെ അല്ലെ കോളിനെ നമ്മൾ 4 തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ പീറ്റ്, സെക്കൻഡ് വൺ ലിഗ്നൈറ്റ്, തേർഡ് വൺ ആന്ത്രസൈറ്റ്. എന്തോ ANTHRA ആണ്, ആന്ത്രസൈറ്റ്. ദെൻ ബിറ്റുമിനസ്. ഒരു കാര്യം ഇവിടെയുണ്ട്, ഈ കൽക്കരിനെ നമ്മൾ നേരത്തെ പേജ് നമ്പർ 150 എഴുതിയത് കണ്ടായിരുന്നോ? 3 കോളം. കോളിൽ നിന്ന് നമുക്ക് കോക്ക് കിട്ടും, കോൾ ഗ്യാസ് കിട്ടും, കോൾ ടാർ കിട്ടും, അമോണിയ കിട്ടും. ഇതെല്ലാം കിട്ടുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഈ കോളിനെ നമ്മൾ ഡിസ്റ്റിൽ ചെയ്യുക എന്ന് പറയും. അതായത് ഈ എയറിന്റെ അഭാവത്തിൽ ചൂടാക്കി തണുപ്പിച്ചെടുക്കും. എന്നതാ അതിന്റെ മലയാളം തന്നെ? ജ്വലനാണോ? സ്വേദനം. അതിനെ സ്വേദനം ചെയ്ത് കഴിയുമ്പം ഏതൊക്കെ ഉണ്ടാകും അലീന? വാക്കുകൾക്ക് വ്യത്യാസമൊന്നുമില്ലല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ വാക്കുകൾ: കോക്ക്, കോൾ ഗ്യാസ്, കോൾ ഗ്യാസ്, കോൾ ടാറ്, അമോണിയ. ഇനി വളരെ എളുപ്പമാണ് പഠിച്ചു പോകാൻ. ഇത്രയായി കഴിയുമ്പോഴത്തേനിതാ കോളിനെ കുറിച്ച് മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ഒന്നുകൂടെ ഞാൻ പറയാം. കോളാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എനർജി സോഴ്സ്. വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിൽ പോയ ജൈവാവശിഷ്ടങ്ങൾ ചേർന്നത് ഉണ്ടാകുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാർബണാണ്. കാർബണിന്റെ അളവനുസരിച്ച് അതിനെ 4 തിരിച്ചിട്ടുണ്ട്: പീറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ്. ഇനി എയറിന്റെ അഭാവത്തിൽ ഇതിനെ ഡിസ്റ്റിലേഷൻ നടത്തുന്നു. വലിയ ഇതിനകത്തിട്ട് ചൂടാക്കി ഇങ്ങനെ എടുക്കും. അതിനെ സ്വേദനം, അതായത് വായുവിന്റെ അഭാവത്തിൽ ചെയ്ത് കഴിയുമ്പം നമ്മൾ കോളിന്റെ എല്ലാ പെട്രോളിയം ഉൽപ്പന്നങ്ങളും, അതായത് കോക്ക്, കോൾ ഗ്യാസ്, കോൾ ടാർ, അമോണിയ, എല്ലാ ഉൽപ്പന്നങ്ങളും കിട്ടുന്നു. സംശയമൊന്നുമില്ലല്ലോ? വളരെ സിമ്പിൾ. പെട്ടെന്ന് ഇത്രയും പോയിന്റ് മാത്രം അങ്ങ് നോട്ട് ചെയ്തേ. അപ്പം ആദ്യത്തെ എനർജി സോഴ്സ് മണ്ണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കൽക്കരിയെ കുറിച്ച് ഒറ്റ പേജിൽ പറയുമ്പോൾ ഒറ്റയടിക്ക് തന്നെ നമുക്ക് പറഞ്ഞു തീർക്കാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പെട്രോളിയം.
പെട്രോളിയത്തിന്റെ ഉൽപ്പന്നങ്ങൾ. അപ്പൊ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ മണ്ണിൽ നിന്ന് എടുക്കുന്നു. മണ്ണിൽ നിന്ന് എടുത്തതിന് ശേഷം ഈ സാധനത്തിനെ മുമ്പേ പറഞ്ഞ പോലെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുന്നു, അല്ലെങ്കിൽ സ്വേദനം നടത്തുന്നു. സ്വേദനം നടത്തി കഴിയുമ്പോൾ ഇതിനും പല പല രൂപങ്ങൾ അല്ലെങ്കിൽ പല പല രീതിയിലുള്ള എനർജി സോഴ്സസ് കിട്ടും. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഏതൊക്കെയാ കിട്ടണേ? പെട്രോളിയത്തിൽ വരുന്ന ഏതൊക്കെയാ? പെട്രോള്, ഡീസൽ, കെറോസിൻ, എൽ പി ജി, മണ്ണെണ്ണ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, ക്രൂഡ് ഓയിൽ, അതുപോലെ CNG ഇതിൻ്റെ തന്നെയാണ് കേട്ടോ. CNG LNG ഇതിന് രണ്ടും പെട്രോളിയത്തിന്റെ തന്നെ ഉൽപ്പന്നങ്ങളാണ്. നാച്ചുറൽ ഗ്യാസ് എന്ന് കേട്ടിച്ച് ബയോഗ്യാസ് ഒന്നും ആ നോർത്ത് തെറ്റിച്ചെഴുതിയാക്കില്ല. ഇതാണ് എനിക്ക് നിങ്ങളുടെ പേടിയുള്ള കാര്യം. ഈ രണ്ടെണ്ണത്തിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ദിസ് ഓൾസോ ബി ഇൻ ദ ക്ലാസ് ഓഫ് പെട്രോളിയത്തിൽ വരുന്നതാണ്. പെട്രോൾ സാറേ അപ്പത്തേനും നാച്ചുറൽ ഗ്യാസിനകത്ത് ഇതില്ലേ? ഇത് പെട്രോളിൽ നിന്ന് കിട്ടുന്നു. ഇത് രണ്ടും ഗ്യാസ് ആണെന്ന് മാത്രം മനസ്സിലായോ? ഇതെല്ലാം വെള്ളമാണ്. ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ഇതെല്ലാം വെള്ളം ഫോം അല്ലേ? പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, LPG പക്ഷെ ഗ്യാസ് തന്നെ കേട്ടോ. സോറി, ഇതും ഗ്യാസ് ആണ്. ക്രൂഡ് ഓയിൽ ഓയിലാണ്, നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നു. അപ്പൊ 3 ഗ്യാസും ബാക്കിയെല്ലാം ലിക്വിഡ് ഫോമുമാണ്. ഇതെല്ലാം കിട്ടുന്നത് പെട്രോളിയത്തിൽ നിന്നാണ്. LPGയുടെ ഫുൾ ഫോം പറഞ്ഞേ അലക്സേ. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. CNGയുടെ വലിയ പറഞ്ഞ അലീന. CNG നന്ദന. CNGയുടെ പറഞ്ഞേ. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. LNG എന്നാ? ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. ഈ ഗ്യാസ് കിട്ടുന്നത് നമ്മൾ പെട്രോളിയം മൈൻ ചെയ്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കടലിനടിയിൽ പോയി കുഴിച്ചെടുക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ് ഈ സാധനങ്ങളെല്ലാം. ഇതിനകത്ത് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ഈ ലിക്വിഫൈഡ് ഗ്യാസിനെ നമ്മൾ ഗ്യാസ് കുറ്റിക്കകത്ത് അല്ലെങ്കിൽ ഇപ്പം LPG എടുക്കാം ഒരു എക്സാമ്പിൾ ആയിട്ട്. LPG നമ്മുടെ സിലിണ്ടറിനകത്തിരിക്കുന്ന ഫോം ഏതാ? ഗ്യാസ്. അവിടെയാണ് തെറ്റ്. LPG സിലിണ്ടറിനകത്തിരിക്കുന്നത് ലിക്വിഡ് ആയിട്ടാണ്. സംശയം ഉണ്ടെങ്കിൽ LPGയുടെ ആ ഗ്യാസ് കുറ്റി ഇങ്ങനെ ഒന്ന് അനക്കി നോക്കിയാൽ അറിയാം. അതിങ്ങനെ ആടുന്ന പോലെ തോന്നും. 2 പ്രാവശ്യം ആട്ടിയേച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അനക്കം നിർത്തിയാലും ഇതിനകത്ത് കിടന്നത് ആടും. ഇങ്ങനെ തെറ്റിപ്പോവരുത്. LPG എങ്ങനെയായിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ലിക്വിഡ് ഫോം ആണ്. അതുകൊണ്ടാണോ അതിനെ ലിക്വിഫൈഡ് എന്ന് പറഞ്ഞത്? മനസ്സിലായോ? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നല്ലേ അതിന്റെ പേര്. അല്ല, പറയാം, മുഴുവൻ പറഞ്ഞേക്ക്. ഇതിനകത്തിരിക്കുന്നത് എന്ത് ഫോമിലാണ്? ലിക്വിഡ് ഫോമിൽ. മനസ്സിലായോ? ഇനി നമ്മളിവിടെ ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ ആ ചൂട് കിട്ടി ഈ ലിക്വിഡിനായും വേപ്പറായിട്ടല്ല ഗ്യാസ് ആയിട്ട് മാറും. അപ്പൊ മനസ്സിലായോ? ഇവിടെ നമ്മുടെ സ്റ്റൗ ഇരിക്കുവാണെങ്കിൽ സ്റ്റൗവിന് നമ്മൾ ബർണറുണ്ട്. അത് നമ്മളിവിടെ കത്തിച്ച് കഴിയുമ്പം ഇവിടുന്ന് ട്യൂബിലേക്ക് ഇങ്ങ് വരുന്നത് ഏത് ഫോമിലായിട്ടാണ്? ദാറ്റ് ഈസ് ഇൻ ഗേഷ്യസ് ഫോം, ഗ്യാസ് ആയിട്ട് വരും. അതുകൊണ്ടാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് പ്രഷർ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? കൂടുതലല്ലേ? ഭയങ്കര കൂടുതലായിരിക്കും. എന്ന് വെച്ചാല് അത് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഈസിയർ ട്രാവലിങ്ങിന് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ട എളുപ്പത്തിന് കണ്ടോ. ദ ഇമ്പോർട്ടൻസ് ഓഫ് LPG ഈസ് ദാറ്റ് ദ നാച്ചുറൽ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസ് ആണെങ്കിൽ എത്രയോ വലിയ റൂമിൽ തന്നെ നിറയാനുള്ള ഗ്യാസ് ഉണ്ട്. അതെല്ലാവിടെ ഇങ്ങനെ വണ്ടിയെ ചുമന്നൊന്നും വരാൻ പറ്റില്ലാത്തതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണ്ടി എളുപ്പത്തിന് നമ്മളതിനെ
കംപ്രസ് ചെയ്ത് ലിക്വിഡ് ആയിട്ട് വെക്കും. ലിക്വിഡ് ആയിട്ടാണ് നമുക്ക് വീട്ടിൽ ഈ ഇതിനകത്ത് കിട്ടുന്നത്. ഇനി അതിനകത്ത് 1-2 ചോദ്യങ്ങൾ വരാം. ഇതിനകത്ത് പക്ഷേ ഒരു ലീക്കേജ് ഇവിടെ ഒരു ഇതുണ്ട് അല്ലേ, ഒരു നമ്മൾ ഈ പറയുന്ന റെഗുലേറ്റർ. ഇവിടെ ഒരു റെഗുലേറ്റർ കണ്ടിട്ടില്ലേ? നമുക്കൊരു സാധനം ഓൺ ഓഫ് ആക്കാൻ പറ്റുന്ന റെഗുലേറ്റർ ഉണ്ടല്ലേ. അപ്പം റെഗുലേറ്ററിൽ എന്തെങ്കിലും കേട് അല്ലെ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ നമുക്കൊരു മണം വരും, ഒരു ഗ്യാസിന്റെ സ്മെല്ല് വരും. അതിനെന്നാ ചെയ്തതെന്ന് ചോദിച്ചാല്, ശരിക്കും നമ്മളുടെ ഈ ഗ്യാസ് എന്നൊക്കെ പറയുന്നത് മീഥെയിൻ. ഏതാണ്? മീഥെയിൻ. ഈ മീഥെയിന്റെ കൂടെ ഈഥൈൽ മെർക്യാപ്റ്റൻ, പേരനാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഈ മെർക്യാപ്റ്റനെ ആഡ് ചെയ്യണത്? ഈ മെർക്യാപ്റ്റൻ ഇട്ടില്ല എന്നാ കുഴപ്പം? നമുക്ക് ലീക്കേജ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു ലീക്കേജ് ഉണ്ടെങ്കിൽ ആ ലീക്കേജിന്റെ സ്മെല്ല് വഴിയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ സ്മെല്ല് നമുക്ക് തരുന്നത് ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. ക്ലിയർ അല്ലേ? ഇനി ഇപ്പൊ നമ്മളുടെ അന്തരീക്ഷത്തിലോട്ട് ഇത് പടർന്നു കഴിഞ്ഞാലേ, ഇപ്പൊ ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ അന്തരീക്ഷത്തിനേക്കാളും ഡെൻസിറ്റി കൂടുതലായിരിക്കും ഗ്യാസിന്. ഗ്യാസിന്റെ ഡെൻസിറ്റി എന്ന് പറയണ, അല്ലെ മർദ്ദം എന്ന് പറയണത് ഗ്രേറ്റർ ദാൻ 2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അല്ലെ നമ്മുടെ അന്തരീക്ഷത്തിലെ മർദ്ദത്തിനേക്കാൾ കൂടുതലായിരിക്കും LPG ഗ്യാസിന്റെ പ്രഷർ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അന്തരീക്ഷത്തിൽ ഇത് ഉയർന്ന് നേരെ മുകളിലോട്ട് പോവോ അതോ താഴെ തന്നെ നിൽക്കുവോ? ഡെൻസിറ്റി കൂടുതലാണെന്ന് ഇല്ല, ഡെൻസിറ്റി കുറഞ്ഞാലേ മുകളിലോട്ട് ഹീറ്റായി. ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് LPG നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ താഴത്തോട്ട് വരും. അപ്പം നമ്മളുടെ അടുക്കളയിലൊക്കെ ആണെങ്കിൽ അടുക്കളയുടെയൊക്കെ താഴെ അത് സ്പ്രെഡ് ആവും. അപ്പം നമ്മൾ എന്നാ ചെയ്യണം? ഡോറെല്ലാം കൂടെ എന്നാ ചെയ്യണം? പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യണം. ഇലക്ട്രിക് സ്വിച്ചുകൾ വല്ലതും ഉണ്ടെങ്കിൽ എല്ലാം ഓഫ് ചെയ്യണം. ഇലക്ട്രിക് കണക്ഷൻ എല്ലാം ഓഫ് ചെയ്യണം. സിലിണ്ടർ എടുത്ത് എന്തെങ്കിലും മണോ ലീക്കേജോ ഉണ്ടെങ്കിൽ സിലിണ്ടർ എടുത്തേച്ച് ആരുമില്ലാത്ത ഓപ്പൺ സ്പേസിലോട്ട് വെക്കണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാം. മേ ബി എന്തൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ നമുക്ക് എടുക്കാം, എന്തുകൊണ്ടാണ് ഈ മണം വരുന്നത്, ഇത് ഏത് ഫോമിലാണ് ഇരിക്കുന്നത്, ഏത് ഫോമിൽ നിന്ന് ഏത് ഫോമിലോട്ട് മാറുന്നു, അതിൻ്റെ ഫുൾ ഫോം എന്താണ്, അത് മാറിക്കഴിയുമ്പോൾ ഡെൻസിറ്റി ഏതിനാണ് കൂടുതൽ. ഡെൻസിറ്റി കൂടുതൽ ഇതായതുകൊണ്ട് ഇത് താഴത്തെ ലെയറിൽ കാണും. താഴത്തെ ലെയറിൽ കാണുമെന്ന് പറയുമ്പോൾ മുകളിലോട്ട് പോയി അല്ല, പെട്ടെന്ന് അവന് രക്ഷോട്ട് പോകാൻ പറ്റില്ല. അവിടെ നിൽക്കുന്ന കാരണം എല്ലോ തിരിയോ തീപ്പെട്ടിയോ എല്ലാം കത്തിച്ച് കഴിഞ്ഞാൽ മുഴുവൻ പൊട്ടിത്തെറിക്കും. അത് കാരണം ഈ പൊട്ടിത്തെറിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വാതിലുകളൊക്കെ തുറന്നിടണം. ഇലക്ട്രിക് സർക്യൂട്ടൊക്കെ പറ്റുവാണെങ്കിൽ മെയിൻ സ്വിച്ച് തന്നെ ഓഫ് ചെയ്യണം. ഈ സാധനം വേണമെങ്കിൽ നനഞ്ഞ ചാക്ക് കൊണ്ട് മൂടിയിടാനൊക്കെ പറ്റും കേട്ടോ. ചാക്ക് നനച്ചിട്ട്, നൂൽച്ചാക്ക് നനച്ചിട്ട് മൂടിയിട്ട, എന്നിട്ട് അതിനെ എടുത്ത് പുറത്തേക്ക് മാറ്റി വെക്കണം. ഓക്കെ, ഗ്യാസ് കളിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കളിക്കണം. കാരണം ഗ്യാസിന് ഒരു മണം എന്ന് പറഞ്ഞാൽ മണം അതിനകത്ത് നിറച്ചേക്കുന്ന ലീക്കേജ് ഉണ്ടെന്ന് അറിയിക്കുക. അതിന്റെ പേരാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. അതൊക്കെ വേണേ ഈ വൺ വേർഡ് ആയിട്ടൊക്കെ എവിടെയൊക്കെ വേണേ ചോദിക്കാം. തീർന്നിട്ടില്ല. ഒരു കാര്യം കൂടെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു തരുന്നു. നമ്മളിങ്ങനെ ഈ ഗ്യാസ് കുറ്റി മേടിക്കുമ്പോൾ അത് പല ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്ന ചിലപ്പം കാണാം. ഇപ്പം A24 അല്ലെ A21 എന്ന് കണ്ടിട്ടുണ്ടോ? ഇതിന്റെ സൈഡിലെ ഗ്യാസ് കുറ്റി ഇങ്ങനെ ഇരിക്കുവാണേ, ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു പേര് കാണും, A21 അല്ലെങ്കിൽ B20 എന്നൊക്കെ കാണും. ഓർത്തോണം, A എന്ന് പറയുന്നത് അല്ലെങ്കിൽ ABCD എന്ന് പറയണത് ഏത് മാസമാണിത് നിറച്ചതെന്ന. ABCD എന്നാ തന്നെ അപ്പം 4 മാസമായിട്ട് തിരിച്ചാൽ പോരെ. ജനുവരി മുതൽ ഫെബ്രുവരി 3 മാസമായിട്ട് 12 മൊത്തമുള്ളത്. അപ്പം 4ആയിട്ട് ഇരിക്കുമ്പോൾ ജനുവരി മുതൽ മാർച്ച് വരെയും നമ്മളുടെ LPG ഗ്യാസ് ഉണ്ടാക്കിയതാണ് A എന്ന് കാണും. ഇനി ഏപ്രിൽ മെയ് ജൂൺ വരെയാണെങ്കിൽ B എന്ന് കാണും. ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ വരെയാണെങ്കിൽ C എന്ന് കാണും. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണെങ്കിൽ D എന്ന് കാണും.
ഇനി 21 എന്ന് പറയുന്നതാണ് വർഷം. 21 എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഏതാണ് വർഷം? 2021. 20 എന്ന് കണ്ട ഏതാണ്? 2021. 2020. അപ്പൊ ഇങ്ങനെ ചോദിക്കാം. 2020. ഒരു ഗ്യാസ് കുറ്റിയുടെ സൈഡിൽ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പം C22 എന്നാണ് എഴുതിയിരിക്കുന്നത്. ചിലപ്പം അതിന്റെ ഒരു കിലോഗ്രാമും കൂടെ കാണും കേട്ടോ, 18.5 എന്ന് കേട്ടോ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത്? പറ. ജൂലൈയിലും സെപ്റ്റംബറിലും ഇടയ്ക്കാണ്. ജൂലൈക്കും സെപ്റ്റംബറിനും 2022 ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയ്ക്ക് 18.5 കിലോഗ്രാം ലിക്വിഡ് ഗ്യാസ് അതിനകത്ത് നിറച്ച കുറ്റിയാണ് വീട്ടിൽ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. പെട്രോളിയം, പലതരം ഉൽപ്പന്നങ്ങളുണ്ട്. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, LPG, CNG, LNG, ക്രൂഡ് ഓയിൽ. ചിലപ്പോൾ ഈ ക്രൂഡ് ഓയിലിന് വരും ഗ്രീസ് കണ്ടാലും, ഗ്രീസ് ഇല്ലേ, ഗ്രീസ് വണ്ടിക്ക് ഇരിക്കണേ, ഗ്രീസും പെട്രോളിയത്തിൽ തന്നെ കേട്ടോ. ഗ്രീസും കൂടെ വേണേ കിട്ടും. ഇതല്ല, ഇതിനകത്ത് ലിക്വിഡ് ഫോം ഉള്ളവനുണ്ട്, ഗേഷ്യസ് ഫോം ഉള്ളവ. ഗേഷ്യസ് ഫോം ഉള്ളവരാണ് മെയിൻലി LPG, CNG, LNG. LPG അതിനകത്ത് ലിക്വിഡാണ്, പുറത്ത് വരുമ്പോഴേ ഗ്യാസ് ആകുള്ളൂ. എന്തെങ്കിലും അപകടമുണ്ടായാൽ തിരിച്ചറിയാൻ വേണ്ടി അതിനകത്ത് ഇഥൈൽ മെർക്യാപ്റ്റനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഓഫ് ചെയ്യണം, തീ കെടുത്തണം, നമ്മുടെ പുറത്തുള്ള കറണ്ട് ഓഫ് ചെയ്യണം. പിന്നെ നമ്മൾ ഡോർ ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് പുറത്ത് വായു സഞ്ചാരമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഓപ്പൺ എയറിൽ കൊണ്ടുപോയി വെക്കണം. അതുപോലെ തന്നെ അത് എപ്പോൾ ഉള്ളതാണ്, എത്ര കിലോഗ്രാം ആണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. മാസവും വർഷവും നോക്കിയാൽ മതി. ABCD 4 ഉണ്ട്, 3 മാസം വീതം. അത് കഴിഞ്ഞുള്ള നമ്പർ വർഷത്തെ സൂചിപ്പിക്കുന്നു. എനി ഡൗട്ട്? മനസ്സിലായി. എന്നാ എഴുതേ. കുറച്ചേറെ ഉണ്ട് കേട്ടോ, ധൃതി വെച്ച് എഴുതണ്ട, ഇച്ചിരി ഏറെ. ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യമായിട്ട് ചെയ്യണം, നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കണം കേട്ടോ. അത് പറയാൻ പറഞ്ഞു. ഇനി എങ്ങനെയും തീരെ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ എന്നാ ചെയ്യണം? ഫയർഫോഴ്സിനെ വിളിക്കണം. അതും കൂടെ ഒന്ന് ഓർത്തേക്കണം എന്തായാലും സംഭവിച്ചു. 101 നമ്പർ. പണ്ട് 108, അത് മാറ്റി ഇപ്പൊ 101 ആക്കി. നോക്കിയാ ഇതൊക്കെ പുസ്തകത്തിലുണ്ട്. പേജ് നമ്പർ 153 കിടപ്പുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെയാണ് 152 പല പല ചോദ്യങ്ങളാക്കി കൊടുത്തിരിക്കുന്നത്. നെവർ സ്വിച്ച് ഓൺ ഓർ സ്വിച്ച് ഓഫ് ഇലക്ട്രിസിറ്റി വെൻ ദെയർ ഈസ് ലീക്കേജ്. എന്നുവെച്ചാൽ എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടെങ്കിൽ കത്തിപ്പിടിക്കും. ഇഫ് ദെയർ ആർ ലീക്കേജ് റൈസ് അപ്പ് ടു കം ഡൗൺ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അത് താഴത്തേക്ക് വരുന്നത് കാരണം എന്നാണ്? LPGയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എയറിന്റെ ഡെൻസിറ്റിനേക്കാൾ അല്ലെ സാന്ദ്രതയേക്കാൾ കൂടുതലാണ്. ഇഫ് ദെയർ ആർ LPG ലീക്കേജ് മാൻഡേറ്ററി ടു ഓപ്പൺ ഡോർസ് ആൻഡ് വിൻഡോസ്. വൈ? എന്തുകൊണ്ടാണ് LPG ലീക്ക് ഉണ്ടെങ്കിൽ അത് തുറന്നിട്ടെന്ന് പറയുന്നത്? LPG ഒരിക്കലും മുകളിലോട്ട് ഉയർന്നു പോയാല. ദ ഡെൻസിറ്റി ഓഫ് ദ LPG ഈസ് ഗ്രേറ്റർ ദാൻ ടു ദാറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ. സോ അത് അറ്റ്മോസ്ഫിയർ താഴത്തെ ലെയറിലായിരിക്കും. അപ്പം ഇതെല്ലാം തുറന്നിട്ടാലേ പുറത്തേക്ക് പോകുള്ളൂ. പിന്നെ സുരക്ഷയായിട്ട് നമുക്ക് എന്നൊക്കെ ചെയ്യാം? നമ്മുടെ ട്യൂബുകളും റെഗുലേറ്ററും ഇതുമൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക. ഉപയോഗിച്ച് കഴിയുമ്പം ഒരു കറുത്ത നോബില്ലേ ഗ്യാസ് കുറ്റിയെ തന്നെ കണ്ടിട്ടുണ്ടോ? അത് താഴത്തോട്ടാക്കി ഓഫ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും തീപിടുത്തം അല്ലെങ്കിൽ ഇത് ഓണാക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി തിരിയോ സാധനമൊന്നും കത്തിച്ചു വെക്കല്, മണ്ണെണ്ണയോ സാധനമൊന്നും വെച്ചേക്കല്. എന്തെങ്കിലും തീയോ ലീക്കേജോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫയർഫോഴ്സിൽ വിളിക്കുക, ഇലക്ട്രിക് സർക്യൂട്ട് ഓഫ് ചെയ്യുക, വേറെ തീയൊന്നും കത്തിക്കാതിരിക്കുക. ഈവൻ മൊബൈൽ ഫോൺ പോലും അടുത്ത് കൊണ്ടുപോയി വെച്ച് ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ. അപ്പം നമ്മുടെ രണ്ടാമത്തെ ഹെഡിങ് പെട്രോളിയത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അവസാനം. ആദ്യം നമ്മൾ കോളും അതിൻ്റെ ഉൽപ്പന്നങ്ങളും പഠിച്ചു, കൽക്കരി അതിൻ്റെ പ്രൊഡക്റ്റുകളും. രണ്ടാമത് പെട്രോളിയവും അതിൻ്റെ കൂടെ കിട്ടിയ ഉൽപ്പന്നങ്ങളും. മൂന്നാമതുള്ളതാണ് ബയോമാസ്.
ബയോമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ അടുപ്പിൽ കത്തിക്കുന്ന എല്ലാ സാധനവും ബയോമാസ് ആക്ച്വലി. വിറകില്ലേ, വിറക്, ഫയർവുഡ്, വിറക്, ഡ്രൈഡ് കൗഡങ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ തമിഴ്നാട്ടിലും മറ്റും ഉപയോഗിക്കുന്നു. ഇങ്ങനെ ചാണാൻ മെഴുകി വെച്ചിട്ട് ഉണക്കിയിട്ട് എടുത്ത് കത്തിക്കും. ഡ്രൈഡ് കൗഡങ്, ചാണക വറളി. ഇതൊക്കെ എവിടുന്ന് നമുക്ക് കിട്ടും? ഒബ്റ്റൈൻ ഫ്രം ലൈവ് അല്ലെങ്കിൽ ലിവിങ് പ്ലാന്റ്സ് അല്ലേ, ആനിമൽസിൽ നിന്നല്ലേ കിട്ടുന്നേ. മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുമൊന്നുമല്ലല്ലോ, പ്ലാന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ആനിമൽസിൽ നിന്ന് കിട്ടും. നമ്മൾ മുമ്പേ പറഞ്ഞ സാധനം എല്ലാം മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുവാണ്. അതുകൊണ്ട് അത് നോൺ റിന്യൂവബിൾ സോഴ്സ് ആണ്. ഇതിനെ നമുക്ക് റിന്യൂവബിൾ സോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ പറ്റുന്നവയാണിവ അല്ലേ. കുറെ മരങ്ങൾ വെച്ചാൽ കുറെ വിറകുണ്ടാക്കാം എന്ന് പറയുന്നത് പോലെ തന്നെ. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇതിന് കുറെ ലിമിറ്റേഷൻ ഉണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ എൽ പി ജി കത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പുകയുണ്ടോ? എൽ പി ജിക്ക് ആണെങ്കിൽ സ്മോക്ക് ഇല്ല അല്ലേ. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം ഉണ്ടാകുന്നില്ല, കാർബൺ മോണോക്സൈഡും ഇല്ല. അതായത് എയർ പൊല്യൂഷൻ അപ്പോൾ ഉണ്ടോ? എയർ പൊല്യൂഷൻ ഇല്ല അല്ലേ, കുറവായിരിക്കും. അതുപോലെ തന്നെ പകുതി ജ്വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മുഴുവൻ കത്തിക്കും, മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ജ്വലിക്കും അല്ലേ. മുഴുവനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈം കുറച്ചു പോരെ, മണി കുറച്ച് മതി എന്ന് പറയാൻ പറ്റിയല്ല. പറ്റുമായിരുന്നു പണ്ട്, സർക്കാർ വില കൂട്ടിയതുകൊണ്ട് ആ പോയിന്റ് ഞാൻ പറയുന്നില്ല. ഓക്കെ. പക്ഷേ ഇതെല്ലാം ബയോമാസിന്റെ കേസിൽ തലതിരിഞ്ഞല്ലേ. ഒരു വിറക് കത്തിച്ചു കഴിഞ്ഞാൽ പുകയുണ്ടല്ലേ, there is smoke is there, എയർ പൊല്യൂഷൻ ഉണ്ടാകും. പിന്നെ എന്നാ കംപ്ലീറ്റ് ആയിട്ട് കത്തുവോ? ഇല്ല, കരിയായിട്ട് കുറെ അവിടെ കിടക്കും. നോട്ട് കംപ്ലീറ്റ്ലി ബാൻ, മുഴുവൻ കത്തില്ല. അതുപോലെ ലാർജ് ടൈം എടുക്കും. പുകയുണ്ടാകുമ്പോൾ അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും പോലെയുള്ള പോയിസണസ് ഗ്യാസ് ഉണ്ടാകും. സോ ബയോമാസ് ഒരു റിന്യൂവബിൾ സോഴ്സ് ആണെങ്കിലും ഇതിന് ഇങ്ങനെ കുറെ ഡ്രോബാക്കും ഉണ്ട്. മാത്രമല്ല ഇനി ഞാൻ പറയുന്ന കലോറിഫിക് വാല്യൂ ഇല്ലേ, കലോറിക മൂല്യം ഇതിന് മറ്റേ എൽ പി ജിനേക്കാളും കുറവാണ്. ഈ എൽ പി ജിക്ക് ഏകദേശം 5 ലക്ഷം അങ്ങനെ കണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. എൽ പി ജിക്ക് 55,000 കിലോ ജൂൾ എനർജി 1 കിലോഗ്രാം കത്തിച്ചാൽ കിട്ടും. പക്ഷെ 1 കിലോ വിറക് കത്തിച്ചാൽ കിട്ടുന്നത്, അല്ലെ വിറകിന്റെ കൊടുത്തിട്ടില്ല, ചാണകത്തിന്റെ കൊടുത്തിരിക്കുന്ന വെറും 6,000 മുതൽ 8,000 വരെയുള്ളൂ കിലോ ജൂൾ പെർ കിലോഗ്രാം. അപ്പൊ നോക്കി എത്ര കിലോഗ്രാം കത്തിച്ചാലാ? 6 ആണെങ്കിലും 6 36 36,000, 7 48 8 48 9 മടങ്ങ് കൂടുതൽ എനർജി നമുക്ക് 1 കിലോ വിറകിന് പകരം 1 കിലോ ഗ്യാസ് ഉപയോഗിച്ചാൽ കിട്ടും. മനസ്സിലായോ? അപ്പം കലോറിഫിക് മൂല്യം എന്ന് പറയുന്ന അടുത്ത ഹെഡിങ്ങിന് മുമ്പേ ഞാൻ ഇവിടെ വെച്ച് അവനെ അങ്ങ് പരിചയപ്പെടുത്തി. കലോറിഫിക് മൂല്യം കൂടുതലുള്ളതിനായിരിക്കും കൂടുതൽ എഫിഷ്യൻസിയും പൊല്യൂഷൻ കുറവും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ പറയുന്നു ബയോഗ്യാസ്. ബയോമാസും ഉണ്ട്, അടുത്തതാണ് ബയോഗ്യാസ്. ബയോഗ്യാസ് എവിടുന്നാ കിട്ടണേ? നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. നമ്മൾ വീടിൻ്റെയൊക്കെ അടുക്കള ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ഇവിടെ ഒരു കുഴലുണ്ടാക്കി വെച്ച് ഒരു ടാങ്കിനടിയിലും മണ്ണിനടിയിലോട്ട് ഈ വേസ്റ്റുകളെല്ലാം, അടുക്കളയിൽ നിന്നൊക്കെയുള്ള വേസ്റ്റുകളെല്ലാം കൂടെ ഇട്ട് വിടും. അപ്പം ഇതിനകത്തുനിന്ന് വിടുന്ന വേസ്റ്റുകളെല്ലാം കൂടെ ഇതിനകത്തോടെ പോയി ഈ ടാങ്കിനകത്ത് സ്റ്റോർ ചെയ്ത് കിടക്കും. ഈ ടാങ്കിനകത്തേക്ക് നമ്മൾ ഈ പറയുന്ന പോലെയുള്ള ഓക്സിജൻ, ഇതിനകത്ത് ഓക്സിജൻ കുറവാണ്, അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ എന്ന് പറയും.
അപ്പൊ അവിടെ ധാരാളം ബാക്ടീരിയകൾ ഉണ്ടാകും. ആ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് മീഥൈൻ എന്ന് പറയുന്ന ഗ്യാസ് ഉൽപ്പാദിപ്പിക്കും. മീഥൈനും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകും. അതിനകത്തെ ആ മീഥൈൻ എന്ന് പറയുന്ന ഗ്യാസിനെ നമ്മളൊരു ട്യൂബ് എടുത്ത് ആ ട്യൂബിലൂടെ നമ്മുടെ സ്റ്റൗവിലോട്ട് കൊടുക്കും. അപ്പം നമുക്ക് ബയോഗ്യാസ് കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വേസ്റ്റ് സാധനങ്ങൾ പറമ്പിലിട്ട് കഴിഞ്ഞാലേ, പേജ് നമ്പർ 153 കണ്ടോ, അവിടെ സ്മെല്ല് വളരെ ഡേർട്ടി സ്മെല്ലായിരിക്കൂലേ. ഇപ്പം മീൻ വെട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി ഇതെല്ലാം പൊതിഞ്ഞ് കെട്ടി ആൾക്കാർ എന്നാ ചെയ്യും, കൂട്ടിലൊക്കെ ആക്കി വഴിയിൽ എവിടെയെങ്കിലും കൊണ്ടേ തള്ളും. അതിന് പകരം ഇതിനകത്ത് ഉണ്ടാകാൻ അപ്പം ഒരു കെട്ട മണം വരും. അതൊരു എന്നാ പറഞ്ഞ സ്മെല്ലിന് കാരണം, ആ ഡേർട്ടി സ്മെല്ലിന് കാരണം എന്ന് പറയുന്നത് ഏതൊക്കെ ഗ്യാസാണെന്നറിയാവോ? ഹൈഡ്രജൻ സൾഫൈഡ്. മറന്നുപോയേക്കല്. മീഥൈനും ഉണ്ട് കേട്ടോ. ഈ ഹൈഡ്രജൻ സൾഫൈഡിനാണ് ശരിക്കും നമ്മളത് പ്രാക്ടിക്കൽ നിങ്ങൾ ചെയ്യുമ്പം ഡിഗ്രിയിലേക്ക് നമ്മൾ ഒരു ചീമുട്ടയുടെ മണം ഉണ്ടാകും. ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് വളരെ മോശമായ ഒരു ഡേർട്ടി സ്മെല്ലാണ്. അപ്പം ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റും. ബയോഗ്യാസ് ഉണ്ടാക്കുവാണെങ്കിൽ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാം, ഈ പറയുന്ന ഡേർട്ടെങ്ങും ഉണ്ടാവില്ല, എയർ പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ള ഒരു ഭയങ്കര വലിയ അഡ്വാൻറ്റേജാണ്. അതുപോലെ നമ്മൾ കണ്ടിട്ടില്ല, വേസ്റ്റ് കൂനെ ഇങ്ങനെ കൂടി വരികയല്ലേ. ഇവിടെയൊന്നുമില്ല. തിരുവനന്തപുരം സൈഡിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ വീട്ടുകാർ അവിടെ ഫ്രണ്ടിൽ ഇടും, അത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിടും. അവിടുന്ന് രാവിലെ വണ്ടിയെ കൊണ്ടുവന്ന് ഏകദേശം ആ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകും വശത്തോടെ കിഴക്കേക്കോട്ടേക്ക് പോകുന്ന വഴിക്ക് ബസ്സിൽ പോയാൽ കാണാം, വലതുവശത്ത് ഒരു പറമ്പ് നാറയും. ഇത് നമ്മുടെ കുറവിലങ്ങാട്ട് നമ്മുടെ ബോയ്സിൻ്റെ ഒക്കെ ഗ്രൗണ്ടില്ലേ, ബോയ്സ് സ്കൂളിൻ്റെ ഒക്കെ ഗ്രൗണ്ടിനേക്കാളും വലിയ ഏരിയയിൽ മറ്റേ ടിപ്പറെ കൊണ്ട് അടിക്കുക ഈ സാധനം. അതിനെ കുറേ വർഷം അവിടെ കിടന്ന് ചീഞ്ഞ് ഇത് ഗ്യാർബേജ് ആയി കഴിയുമ്പം കത്തിക്കും വല്ലപ്പോഴും ഒക്കെ. അല്ലാതെ എന്നാ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. കൊണ്ടേ മഴ പെയ്യുമ്പോൾ കൊണ്ടേ കടലിലോ തോട്ടിലൊക്കെ തള്ളുമായിരിക്കും. അപ്പോൾ ബയോഗ്യാസ് ഓരോ വീട്ടിലും ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കാം. അതുപോലെ നമുക്ക് ഇന്ധനക്ഷമത കൂട്ടുകയും ചെയ്യാം. പിന്നെ ഇതിനെന്ന് പറഞ്ഞാൽ വിറകിനേക്കാളൊക്കെ കൂടുതലുണ്ട് കേട്ടോ. ഇതിൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 30,000 ഉണ്ട്. 30,000 to 40,000 ഉണ്ട്. 30,000 to 40,000 കിലോ ജൂൾ പെർ കിലോഗ്രാം കിട്ടും. ഇറ്റ് ഈസ് എ നൈസ് സോഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് വളരെ നന്നായിട്ട് എനർജി ക്രൈസിസ് ഉണ്ടെങ്കിൽ ഓവർകം ചെയ്യാൻ നിങ്ങളൊരു മാർഗം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം. സോളാർ എനർജി എന്നൊക്കെ പറയുന്ന പോലെ ബയോഗ്യാസിൻ്റെ ഉൽപ്പാദനം വളരെ നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സർക്കാർ അതിന് വേണ്ടി ബയോഗ്യാസിൻ്റെ പ്ലാന്റ് വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ പകുതി സബ്സിഡിയൊക്കെ കൊടുക്കുമെന്ന് തോന്നണല്ലേ. അത് പ്രൊമോട്ട് ചെയ്യണം നമ്മൾ. അപ്പോൾ വേസ്റ്റും കുറയും, അതുപോലെ തന്നെ നമുക്ക് എന്നാ പറ്റും, വേസ്റ്റ് കുറയുമെന്ന് മാത്രമല്ല ഈ പറയുന്നത് നമുക്ക് എയർ പൊല്യൂഷൻ ഇല്ല, വേസ്റ്റ് ഇല്ല, ഹൈഡ്രജൻ സൾഫൈഡിന്റെ മണമില്ല, സ്മെല്ലില്ല, മാത്രമല്ല എനർജിയുടെ ഒരു ഡിഫറെന്റ് സോഴ്സ്. ഒരു ചെലവും ഇല്ല, ഒന്നും ചെയ്യണ്ട, ഇതങ്ങോട്ട് ഇട്ടാൽ മതി. എല്ലാ ദിവസത്തെയും അടുക്കളയിലെ വെള്ളവും വേസ്റ്റും സവോളത്തുകൊണ്ടും എല്ലാം വാരി അതിനകത്ത് ഇടുക, അടച്ചു വെക്കുക. ആ തുറക്കുമ്പോൾ ഒരു കെട്ടമാണ് കേട്ടോ, ഇതിൻ്റെ അടച്ചിടുക. പിന്നെ അവസാനം എന്നായെന്ന് ചോദിച്ചാൽ ഇതിന്റെ അടി മാന്തി വെച്ച് ഇവിടുന്ന് ഒരു ട്യൂബ് ഇട്ട് കഴിയുമ്പോൾ ഇത് വളവും കൂടെയാണ്. മനസ്സിലായോ? ഇത് കുറേ നാൾ കഴിയുമ്പം തുറന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പം ഇത് നമുക്ക് ഫെർട്ടിലൈസർ അല്ലെങ്കിൽ വളമായിട്ട് ഉപയോഗിക്കുകയും കൂടെ ചെയ്യാം. ഇത്രയേ ഉള്ളൂ ബയോമാസും എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ ബയോമാസും ബയോഗ്യാസും. ഓക്കെ, ക്ലിയർ അല്ലേ? സംശയം വല്ലതും ഉണ്ടോ? മനസ്സിലായി. എന്നാ മൊത്തം എഴുതിയെടുത്തോ. സ്പീഡ് വേണ്ട, പതുക്കെ എഴുതിയാൽ. നെക്സ്റ്റ് കലോറിഫിക് വാല്യൂ. അലീന, കലോറിക മൂല്യം അല്ലേ? കലോറിഫിക് വാല്യൂ ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു ടെക്സ്റ്റൈൽ എല്ലാം കൂടിയതിന്റെ ഓർഡറിലല്ല കിടക്കണേന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ ഹൈഡ്രജനാണ്, ഓർത്തോണം. ഈ ഹൈഡ്രജൻ ഗ്യാസ് കൂടുതലാണ്, പക്ഷെ നമുക്ക് നമ്മളുടെ ആവശ്യത്തിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല.
ഇത് പെട്ടെന്ന് കത്തും, ഇൻഫ്ലേമബിൾ, പെട്ടെന്ന് കത്തും, അതുപോലെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്, എക്സ്പ്ലോഷൻ ഒക്കെ സംഭവിക്കും. ഉപയോഗിക്കുന്നത് നമ്മുടെ റോക്കറ്റ് ഇല്ലേ, മുകളിലേക്ക് പോകുന്ന റോക്കറ്റ്, അതുപോലെ തന്നെ ഈ അന്തർവാഹിനി കപ്പലുകളൊക്കെ ഇല്ലേ, സബ്മറൈൻ, നമ്മൾ പറയില്ലേ മുങ്ങിക്കപ്പലുകൾ എന്നൊക്കെ പറയല്ലേ, ഒത്തിരി ചരക്കൊക്കെ വലിക്കുന്ന സബ്മറൈൻ ഷിപ്പുകളിലും വെഹിക്കിൾസിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിന് ഏകദേശം 1,50,000, 1,50,000 ലക്ഷം കിലോ ജൂൾ പെർ കിലോഗ്രാം കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ആർക്കാ? LPG അല്ലേ? എടാ ആ ഓർഡറിൽ തെറ്റുണ്ടോ തോക്കിയ താഴെ 55,000 LPG കിടപ്പുണ്ട് കണ്ടോ. അത് കഴിഞ്ഞ CNG 50,000. 50,000 കഴിഞ്ഞ മീഥൈന് ഉണ്ട് 50,000. പെട്രോള്. അത് കഴിഞ്ഞാൽ പെട്രോൾ ഉണ്ട്. ആ ഓർഡറിൽ അങ്ങ് എഴുതുവാണെങ്കിൽ പിള്ളേർക്ക് പഠിക്കാൻ തന്നെ എളുപ്പമുണ്ടായിരുന്നു. പെട്രോൾ കഴിഞ്ഞ ബയോഗ്യാസ് അല്ലേ, അത് കഴിഞ്ഞാൽ കോള്. വേണേ ആ ഓർഡർ ഒന്ന് ഓർത്തിരുന്നു. ഏറ്റവും കൂടുതൽ ചിലപ്പം 2 തന്നേച്ച് ഇതിൽ ഏത് ഉപയോഗിക്കുന്ന നല്ലതെന്നൊക്കെ ചോദിച്ചാലേ, വീട്ടിലാണ് ഏറ്റവും നല്ല LPG, പിന്നെ CNG. മീഥൈനും പെട്രോളൊന്നും ഉപയോഗിക്കില്ല, പിന്നെ ബയോഗ്യാസ് ഉപയോഗിക്കാം. ഇതിലും താഴെയല്ലേ നമ്മുടെ വിറകിന്റെ കാര്യം. വിറകിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ, വിറകിന്റെ എത്രയാണ് ആക്ച്വലി കൃത്യമായിട്ട് അളക്കാൻ പറ്റിയല്ലോ. 1 കിലോ വിറക് കത്തിച്ചാൽ എത്ര കിട്ടുമെന്ന് അറിയത്തില്ല, കണ്ടുപിടിക്കാൻ പാടായിരിക്കും. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർക്കണം. കലോറിഫിക് വാല്യൂ അനുസരിച്ച് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് ബൈ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് 1 കിലോഗ്രാം ഫ്യൂവൽ. 1 കിലോഗ്രാം ഫ്യൂവല് മുഴുവനായി കത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന താപം അല്ലെങ്കിൽ എത്രമാത്രം ഊർജം കിട്ടും. പൂർണ്ണമായി കത്തണം കേട്ടോ. കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് 1 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ. അതെത്രയാണ് തരുന്നതെന്നതിനാണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് ഏതാണ്? ഏതാ യൂണിറ്റ്? കിലോ ജൂൾ പെർ കിലോഗ്രാം. കിലോ ജൂൾ പെർ കിലോഗ്രാം. ഓക്കെ, തീർന്നിട്ടില്ല. 1 മോർ ഹെഡിങ് ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹെഡിങ് ഓഫ് ടുഡേ. നമ്മളൊരു എനർജി സോഴ്സ് അല്ലെങ്കിൽ ഒരു ഫ്യൂവല് ഉണ്ടാക്കുമ്പോൾ അല്ലെ മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫ്യൂവലിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, സവിശേഷതകൾ എന്തൊക്കെയാണ്? പെട്ടെന്ന് കിട്ടുന്നതായിരിക്കണം. പേജ് നമ്പർ 155 ഏറ്റവും താഴെ കണ്ടോ, ഈസിലി അവൈലബിൾ ആയിരിക്കണം. പിന്നെ ലോ കോസ്റ്റ് ആയിരിക്കണം, ചിലവ് കുറവായിരിക്കണം, കലോറിഫിക് മൂല്യം വളരെ കൂടുതലായിരിക്കണം. കണ്ടോ, അവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ നിങ്ങള്? പേജ് നമ്പർ 155 ലാസ്റ്റ് കണ്ടോ, അപ്പുറത്തേ ഉണ്ട്. ഷുഡ് കോസ്റ്റ് മിനിമം പൊല്യൂഷൻ ആയിരിക്കണം, പൊല്യൂഷൻ കുറവായി. ഇതൊക്കെ നമുക്ക് തന്നെ ഓർത്തെഴുതാനുള്ളതേ ഉള്ളൂ, ഒന്നും പഠിക്കണ്ട കേട്ടോ. മിനിമം പൊല്യൂഷൻ ആയിരിക്കണം, ഈസിലി സ്റ്റോർ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഒരു പോയിന്റ് കൂടെ കൂടുതൽ എഴുതിക്കും, ഏറ്റവും താഴെ ഈസിലി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റണം. ഇവിടെ ഉണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് ഉപയോഗിക്കുന്നെങ്കിൽ അങ്ങ് കൊണ്ടിയലുണ്ടേ. അതുപോലെ തന്നെ ദ ഫ്യൂവൽ മസ്റ്റ് നോട്ട് ഇവാപറേറ്റ് ക്വിക്ക്ലി അറ്റ്, എഴുതണ്ട കേട്ടോ. മസ്റ്റ് ഹാവ് ഇഗ്നിഷൻ ലോ ടെമ്പറേച്ചർ, അത് വേണം എഴുതിക്കുക. ഈ കത്തുന്ന ടെമ്പറേച്ചർ വളരെ കുറവാണെങ്കിൽ പെട്ടെന്ന് കത്തിക്കാൻ പറ്റിയല്ലേ. അതായത് ഈ ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ വെരി ലെസ് ആയിരിക്കണം. ഹൗ ലോ ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ. ഇത്രയൊക്കെ മതി, 6 മതി. 2, 4, 6, 7 ഈസിലി അവൈലബിൾ ആയിരിക്കണം, ഈസിലി സ്റ്റോറേജ് ചെയ്യാൻ പറ്റണം, ഈസിലി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റണം, ലോ കോസ്റ്റ് ആയിരിക്കണം, ലോ പൊല്യൂഷൻ ആയിരിക്കണം, ഹൈ കലോറിഫിക് വാല്യൂ ഉള്ളതായിരിക്കണം.
ഇത്രയുമുള്ള ഫ്യൂവൽ ഉപയോഗിച്ചാലാണ് അലക്സെ സമയം കുറവാകുള്ളൂ അല്ലേ? ആ ടൈം ഇവിടെ പറയാവോ? ഇല്ല. ടൈമിംഗ് കുറവാവണമെങ്കിൽ ഇങ്ങനെയുള്ള എനർജി സോഴ്സ് ഉപയോഗിക്കണം. അപ്പൊ സമയം കുറവായിരിക്കണം എന്ന് പറയുന്നതിന് മുമ്പ് ഇത്രയും പറയണം. ഓക്കെ. അടുത്തത് ഇലക്ട്രിക്കൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ്, അത് നമുക്ക് അടുത്ത ദിവസം എടുത്താൽ മതി കേട്ടോ. 1, 2, 3 ക്ലാസ്. ശരിക്കും എന്നാ പറ്റി ഇത് ഫോക്കസ് ഏരിയയിൽ ഇതിന്റെ ഒട്ടുമില്ലേ? ഇതിന്റെ അകത്ത് മോഡൽ പരീക്ഷയ്ക്കൊന്നും അങ്ങനെ വലിയ വൺ വേർഡ് ഒക്കെ ചോദിച്ചുള്ളൂ. പിന്നെ എനർജി ക്രൈസിസിന് എന്തോ ചോദിച്ചു. എനർജി ക്രൈസിസിന്റെ ഒരെണ്ണം ചോദിക്കും എന്നാണ്. ചിലപ്പോൾ ഇപ്രാവശ്യം ചോദിക്കുന്നത് നല്ല ഫ്യൂവൽ എങ്ങനെയുള്ളതായിരിക്കുന്നത് വെച്ചാൽ സെയിം പാറ്റേൺ ആണ് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറേ. അപ്പൊ അതേ ചാപ്റ്ററിൽ നിന്ന് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കാവുള്ളൂ. അപ്പം എനർജി ക്രൈസിസിന് നമുക്ക് പറയാവുന്ന സാധനമാണ്. എനർജി ക്രൈസിന് എന്നൊക്കെ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം 2 പോയിന്റ് ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ഓർക്കുന്നുണ്ടോ? എനർജി ക്രൈസിസിന് നമ്മൾ പറഞ്ഞായിരുന്നു യൂസ് മോർ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. പുനഃസ്ഥാപിക്കാൻ പറ്റുന്നത് കൂടുതൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ എന്നാ കംപ്ലീറ്റ് ബേണിംഗ്. ഇപ്പൊ വേണേ നമുക്ക് ഓർമ്മ ബയോഗ്യാസിന്റെ കാര്യം പറയാം അല്ലേ? ബയോഗ്യാസ് ഉണ്ടാക്കുവാണെങ്കിൽ പൊല്യൂഷനും കുറയും, എനർജി ക്രൈസിസും കുറയും. അത് ബയോഗ്യാസ് റിന്യൂവൽ സോഴ്സിനകത്ത് വരത്തില്ലേ? പിന്നെ ഇല്ലേ, റിന്യൂവബിളാ. വേറെ വല്ലതും ഉണ്ടോ? ഇന്ന് പഠിച്ചതിനകത്ത് വേറെ വല്ലതും ഐഡിയ കിട്ടിയോ? ഈ ചോദ്യം തന്നെയൊക്കെ ആയിരിക്കും തന്നെ, പ്രകൃതി മലിനീകരണമൊക്കെ എങ്ങനെ കുറയ്ക്കാം? വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടേ പറഞ്ഞേ. ഇനി നമ്മൾ മറ്റത് പറയണം കേട്ടോ. നമ്മളുടെ ഇപ്പൊ പെട്രോളിയം വണ്ടിക്കൊക്കെ പകരം എന്നാ ചെയ്യണം? സോളാർ വെഹിക്കിൾസ് ഒക്കെ ഇനി കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. സോളാർ വെഹിക്കിൾ, സോളാർ കുക്കർ, അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. അതൊക്കെ പക്ഷെ ആദ്യത്തെ പോയിന്റ് വന്നു. എക്സാമ്പിൾ ആയിട്ട് അത് എഴുതണം. നല്ല പോയിന്റ് വേണം. 4, 6 നല്ല കട്ട പോയിന്റുകൾ ഉണ്ടെങ്കിലേ 3 മാർക്ക് കിട്ടുള്ളൂ. എന്നാലും ചാപ്റ്റർ തീരുന്നതിന് മുമ്പ് നമുക്ക് ബാക്കിയോടെ കിട്ടും. എന്നാ പോയി കിടന്ന് ഉറങ്ങിക്കോ. എഴുതിയോ ഇത്? എഴുതിക്കൊണ്ടിരിക്കും സാർ.